ദേശത്തിലെ ഈ ഓണക്കാലത്തും ഈ വീട്ടിൽ ഒരു ചീഫ് സെക്രട്ടറി ഉണ്ടാകും. ഒരു ചീഫ് സെക്രട്ടറി വിരമിക്കുമ്പോഴും കേരളത്തിൻ്റെ അടുത്ത ചീഫ് സെക്രട്ടറി ഈ വീട്ടിൽ നിന്നാണ്. ചീഫ് സെക്രട്ടറിയിൽ നിന്ന് ചീഫ് സെക്രട്ടറിയിലേക്ക് ഡോക്ടർ വി വേണുവും ശാരദാ മുരളീധരനും. എങ്ങനെയാണ് ഇത്തവണ അവരുടെ ഓണക്കാലം നോക്കാം. ഹാപ്പി ഓണം ഉണ്ട്. ഹാപ്പി ഓണം പറഞ്ഞ അടിപൊളി പൂക്കളാണല്ലോ. ഇത്തവണത്തെ ഓണത്തിന് ഒരു പ്രത്യേകത ഉണ്ടല്ലേ. ഒരു 7 ദിവസം കഴിഞ്ഞാൽ ഇവിടെ ഒരു കല്യാണം അല്ലേ? കല്യാണം കൂടി വരുന്നു. അതെ, കല്യാണം കൂടി ഉണ്ട് ഇവിടെ. ഞാൻ ഈ പ്രോഗ്രാമിന് പേരിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറി കെയർ ഓഫ് ചീഫ് സെക്രട്ടറി എന്നാണ്. വല്ലാത്തൊരു ഇതാണ് ഇൻക്രെഡിബിൾ അല്ലേ? ഇൻക്രെഡിബിൾ ആണ്. അതായത് ചീഫ് സെക്രട്ടറിമാരായിട്ടുള്ള ദമ്പതിമാർ വേറെയുണ്ട്, പക്ഷെ ഒരാൾ ഇറങ്ങുമ്പം വേറൊരാള് ജോയിൻ ചെയ്യുക എന്നുള്ളത്, അതെ, അത് ഭയങ്കര ഇൻക്രെഡിബിൾ ആയിട്ട് കാര്യം. അതാണോ ഈ ഓണത്തിന്റെ പ്രത്യേകത? ഞങ്ങൾക്ക് കുറേ പ്രത്യേകതകളുണ്ട്. അതെ, ഒരു വർഷം ഇദ്ദേഹം ആണെങ്കിലും 2 ഓണം ഇവിടെ കൂടാനായിട്ടുള്ള ഒരു അവസരം കിട്ടി ഈ വീട്ടിൽ. പിന്നെ കൈമാറ്റത്തിൻ്റെ ഇത്, ഞാൻ 34 വർഷത്തിന് ശേഷം സർവീസിൽ നിന്ന് തന്നെ ഇറങ്ങുന്നു. ശാരദ ചീഫ് സെക്രട്ടറി ആകുന്നു. മോളുടെ കല്യാണം നടക്കുന്നു. ഇതെല്ലാം ഭയങ്കര കളർഫുള്ളായി. വേണുസാറെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സ്വസ്ഥമാകുന്ന ഒരു ഓണം കൂടിയാണ് അല്ലേ? റിലാക്സ്ഡ് ആവുന്ന ഓണാണ്. കുരിശ് ഏൽപ്പിക്കുകയല്ലേ? രണ്ടുപേരുടെ കല്യാണം ആകുമ്പോഴത്തേക്ക് എങ്ങനെയാ റിലാക്സ് ചെയ്യുക? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ അതെ, ഞങ്ങളൊരു ഇന്റർവ്യൂല് ഞാൻ കഴിഞ്ഞ വർഷം എടുത്തപ്പോൾ എന്നോട് പറയുന്നത് റിട്ടയർ ചെയ്തിട്ട് എനിക്ക് കുറേ പ്ലാൻ ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. ഏൽപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 8 മാസം കഴിഞ്ഞ് മതി ആ പ്ലാനുകളൊക്കെ. ഇപ്പൊ ഓണത്തിന് വന്നോണ്ട് ചോദിക്കുക, മസൂറിയിലാണ് രണ്ടുപേരുടെയും ആദ്യത്തെ ഓണം അല്ലേ? അങ്ങനെ കുറെ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് 20. ശരിയാണ്. ഓർമ്മിക്കാൻ പറ്റുണ്ടോ ആ ഓണക്കാലം എങ്ങനെയായിരുന്നു? അന്ന് ഓർക്കുന്നുണ്ട്, വേണുശ്രീ കൊണ്ട് നമ്മള് കഥകളി ചെയ്യിപ്പിച്ചു. അതെ, ഞങ്ങളുടെ കൂടെ 2 മലയാളികളും കൂടി ഉണ്ടായിരുന്നു, ദേവികയും ശ്രീകുമാറും. ദേവിക ഓഡിറ്റ് സർവീസിലും ശ്രീകുമാർ IRTSലും. ശ്രീ ഒരു നല്ല കഥകളി ആർട്ടിസ്റ്റും കൂടിയായിരുന്നു. 8-9 വർഷമൊക്കെ അഭ്യസിച്ചതായിരുന്നു. അപ്പോൾ അന്ന് ഓണത്തിന് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഓർമ്മ അതാണ്. ശ്രീയുടെ ഒരു നല്ലൊരു ആട്ടം ഉണ്ടായിരുന്നു. ചെറുതാണെങ്കിലും ആൾക്കാർ ഞെട്ടിപ്പോയി. അന്നെന്തോ കൈകൊട്ടികളി കളിച്ച് ആലമ്പാക്കാൻ അത് പിന്നെയാണ്, ആ ഓണത്തിനല്ല, മറ്റൊരു പരിപാടിക്കായിരുന്നു. പക്ഷേ ചേർന്നായിരുന്നു ഓണത്തിന് തൊട്ട് പിന്നാലെ. അത് ഞങ്ങൾ കുറേ അവിടെ, അത് ഏത് പരിപാടിക്കായിരുന്നു, ഏതായാലും അക്കാഡമിയിലെ ഫൗണ്ടേഷൻ ഒരു കൾച്ചറൽ ഈവനിങ് ഉണ്ടായിരുന്നത്. ആ കൾച്ചറൽ ഈവനിങ്ങിൽ അവിടെ ഉണ്ടായിരുന്ന ആ കൂടി വിരലെണ്ണാവുന്ന സ്ത്രീകളേ ഉള്ളൂ അവിടെ. അപ്പോൾ പെണ്ണുങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു തിരുവാതിര കൈകൊട്ടി കളി ആക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് വളരെ നാച്ചുറലായിട്ട് വഴങ്ങുന്നതാണ്. ഇപ്പോൾ വടക്കേ ഇന്ത്യക്കാർക്ക് അത് അത്ര പരിചയമുള്ള സ്റ്റെപ്പുകളൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ കുറേ മെനക്കിട്ടു പഠിച്ചെടുക്കാൻ. പക്ഷെ അങ്ങ് പഠിച്ച് ശരിയായി വന്നപ്പോഴത്തേക്ക് ആകെ ആവേശമായിരുന്നു. അപ്പോൾ ആ സ്റ്റേജ് കയറി നിറഞ്ഞ് ആടണം എന്നുള്ളൊരു താല്പര്യം വെച്ചിട്ട് ഞങ്ങൾ വേണുവിൻ്റെ അമ്മയും അനിയത്തിയും കൂടി ചേർന്നിട്ടാണ് പാട്ടും ഇത് ചെയ്തത്. അന്ന് ഒരു പാട്ട് കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നു. കോഴിക്കോട് കൊടുത്തു വിട്ട് അങ്ങനെ ആ കാസറ്റിൻ്റെ കൺട്രോള് അത് മാനേജ് ചെയ്യുന്ന ഒരു ചെറിയ ഉത്തരവാദിത്വം മാത്രമേ ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നുള്ളൂ കേട്ടോ. ഓണാക്കിയാൽ മതിയായിരുന്നു. പക്ഷെ പേടിച്ചിട്ട് ഞാൻ നേരത്തെ ഓണാക്കി പോയി. ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ പാട്ടങ്ങൾ കയറിപ്പോയി. അപ്പോൾ ഞങ്ങൾക്ക് ആ ആദ്യത്തെ ഭാഗം മുഴുവനും ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി. അവസാനത്തെ കൈപ്പൊട്ടി കളിയിലും ഒക്കെ വന്ന് നിന്ന് ഇപ്പം
ഒരു 5 മിനിറ്റ് ഉണ്ടാകേണ്ടുന്ന സാധനം 2.5 മിനിറ്റ് കൊണ്ട് തീർന്നു കിട്ടി. ഓ, എല്ലാവരും കൂടി ചേർന്ന് വേണുവിനെ കശാപ്പാക്കി. ശരിയായി കളഞ്ഞു. ഇന്നും ഇവര് ആ ലേഡീസ് കൂടിയാല് എന്നെ അതും പറഞ്ഞ് ചീത്ത വിളിക്കും. ഈ ഓണത്തിൻ്റെ ഈ കോസ്റ്റ്യൂമിലിരിക്കുമ്പോൾ പ്രത്യേകം പറയാം, ഭയങ്കര ഓസം കപ്പിളാണ് ആക്ച്വലി. അപ്പോൾ നിങ്ങളുടെ സർവീസ് പ്രണയ സ്റ്റോറി ഒരുവിധം ഇപ്പം എല്ലാവർക്കും അറിയാം. അത് ഒരു ട്രെയിനിൽ തുടങ്ങിയതാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒന്നും കൂടെ ഓണത്തിന് വേണ്ടി അതൊന്നും കൂടെ പറഞ്ഞാൽ രസമുണ്ടാവും. ആക്ച്വലി ട്രെയിനിന് മുൻപ് തുടങ്ങിയതാണ്. ഈ മസൂറിയിലെ യാത്രയിലാണ് തുടങ്ങിയെന്ന് കേട്ടിട്ടുണ്ട്. യാത്രയിലായിരുന്നു ഞങ്ങൾ ശരിക്കും പരിചയപ്പെട്ടത്. പക്ഷെ ആദ്യം ഞങ്ങൾ കണ്ടുമുട്ടിയത് എൻ്റെ വീട്ടിൽ വെച്ച്, വഴുതക്കാട് വീട്ടിൽ വെച്ചിട്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരിചയമുള്ളൊരു സുഹൃത്ത് വേണുവിനെ, ഇപ്പം രണ്ടുപേരും IAS കിട്ടിയ 2 പേര്, കേരളത്തിൽ നിന്ന് കിട്ടിയ 2 പേരെ തമ്മിൽ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അങ്ങനെ ഇത് ചെയ്തപ്പോഴത്തേക്കും ഉടനെ വേണുവിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചൊക്കെ വെച്ചു, ആരാണ് ഇദ്ദേഹം, ഊരാണ് എന്താണെന്നൊക്കെ. വരുന്നു ഒരു കൊച്ചു പയ്യൻ വരുന്നു, വളരെ ഇതുപോലത്തെ ചിരി ഒക്കെ ചിരിച്ചുകൊണ്ട്. ഇത് കുറച്ച് എന്താണ് എംബാരസ്ഡ് ആകുമ്പോഴത്തേക്കുള്ള ചിരിയാണ്. അപ്പോൾ ആ ചിരിയുമായിട്ടാണ് ഇപ്പോൾ വീട്ടിൽ വരുന്നത്. ഞങ്ങൾ പരിചയപ്പെടുന്നു. ഞങ്ങൾ എന്തോ പുഡിംഗ് ഒക്കെ തന്നില്ലേ എന്തോ കഴിക്കാനായിട്ട്. അപ്പോൾ ആ ചിരിയിലെ, ആ വീട്ടിൽ വെച്ച് ആ ചിരിയിലെ ഒരു സ്പാർക്ക് വീണെന്നല്ലേ? അപ്പം തന്നെ ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. തിരിച്ചും എനിക്ക് ആ സമയത്ത് അങ്ങനെയൊന്നും എന്താ പറയുക, അങ്ങനെ ഒരു അധികം സമയം ഇരുന്നിട്ടില്ല. ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു, കണ്ടു. അച്ഛനോടാണ് കൂടുതൽ സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ട് പക്ഷെ ട്രെയിനിലാണ് ശരിക്കും ശാരദയെ പരിചയപ്പെടാൻ അവസരം കിട്ടിയത്. അത് അതൊരു നീണ്ട കഥയാണല്ലേ. പലയിടത്ത് പറഞ്ഞ് ഞാൻ വായിച്ചു. എനിക്കതിന് ശരിക്കും കേൾക്കണം. ഈ എന്താ പറയുക, പേപ്പർ വിരിച്ച് നിലത്ത് കിടന്നു, അതിൽ ഇമ്പ്രസ്ഡായി, മറ്റേ എന്താ ജബ്ബി മറ്റൊക്കെ പോലെ ഒരു ട്രെയിനിനകത്ത് എന്താ ബ്ലൂം ചെയ്ത സർവീസ് പ്രണയ സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു നീണ്ട കഥയാണ്. നമുക്ക് അകത്തേക്ക് ഇരുന്ന് സംസാരിക്കാം. ശരി തീർച്ചയായും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് സർവീസ് പ്രണയ സ്റ്റോറി. അതൊരുവിധം ഇപ്പം പലർക്കും അറിയാം, പല മാധ്യമങ്ങളും. കേരള എക്സ്പ്രസ്സിൽ 2nd ക്ലാസ്സിലെ യാത്ര, പിന്നെ തറയിൽ പത്രം വിരിച്ച് കിടന്നു, അങ്ങനെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വന്നു. ഭയങ്കര സിനിമ സ്റ്റൈലൊരു ആരെയാണ് വളയ്ക്കാൻ ശ്രമിച്ചതെന്ന് മാത്രം നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ മതി. അതെങ്ങനെയായിരുന്നു അത്? ആ ഒരു ഇത് പറയാം. ഞാൻ ഇപ്പോൾ വേണുവിന് അന്ന് ഞാൻ അറിയുന്നത് ഇപ്പോൾ IAS കിട്ടിയിട്ടുള്ള ഒരു വളരെ മാവറിക്കായിട്ടുള്ള ഒരു പയ്യനായിട്ടാണ്. പിന്നെ മെഡിക്കൽ കോളേജിൽ എന്തെല്ലാമോ അലങ്കോലപ്പെടുത്തിക്കൊണ്ട് ഇത് വന്നതാണ്. ഇപ്പോൾ ടീച്ചർമാർക്കൊക്കെ ഭയമുള്ള ഒരു സ്റ്റുഡൻറ്റ് അജിറ്റേഷനിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു റിബലിയസ് സ്പിരിറ്റുള്ള ഒരാൾ എങ്ങനെയാണ് സർവീസിൽ കടന്നു വരുന്നത് എന്നുള്ളൊരു എൻ്റെ കൗതുകം. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഒന്ന് വിട്ട് സംസാരിക്കാനായിട്ട് ഇദ്ദേഹത്തിന് അല്പം ഒന്ന് പ്രയാസമായിരുന്നു ട്രെയിനിൽ. കാരണം അതിനു മുമ്പ് ഞങ്ങൾ പരിചയപ്പെട്ടു, എന്താണ് പഠിച്ചത് ഇത് എന്നൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ട്രെയിനിൽ ഞങ്ങൾ കയറുന്നത് ഞാൻ എന്ത് വേഷം ഇട്ടിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ വേണു എന്തായിട്ടിരുന്നതെന്ന് എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്. വേണു ഹവായി ചപ്പലും ഇട്ടിട്ട് ആണ് പാലക്കാട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇത് കയറി വരുന്നത്, കോച്ചിലോട്ട് കയറി വരുന്നത്. ആ കയറി വരുമ്പോഴത്തേക്കും ഒരു കറുപ്പ് മഞ്ഞ സ്ട്രൈപ്പിട്ടുള്ള ഷർട്ടുമായിരുന്നു. ഒരു ഓർമ്മയില്ലല്ലോ. അത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അത് വിട്ടിട്ട് കയറി വന്നു, ഞങ്ങളുടെ കൂടെ വന്ന് ഇരുന്നു. അമ്മുമ്മയുണ്ട് കൂടെ. അപ്പം അമ്മുമ്മയും പിന്നെ ഞങ്ങൾ ഇരുന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്കും പ്രശ്നം എന്താണെന്നറിയോ, ഈ കോച്ചിൽ നിന്നിട്ട് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? അപ്പോൾ ആകെക്കൂടെ കിട്ടുന്ന ചെറിയപ്പോൾ മൂത്രത്തിനുള്ള ബ്രേക്കിന് പോകും, പിന്നെ സിഗരറ്റ് വലിക്കാനും പോകും. സിഗരറ്റ് വലിക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരാൾ പുറകെ ചെന്നിട്ട് അവിടെ നിന്നും സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം ഇദ്ദേഹം ഒരു വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ സംസാരവും അതിൻ്റെ ഒരു സംസാരിക്കുന്നതിൻ്റെ സ്ഫുടതയും ക്ലാരിറ്റിയും പിന്നെ ഇത് മനസ്സ് ഇത് ഓരോന്ന് അസോസിയേഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഫാസിനേഷനായിരുന്നു. അപ്പം മെഡിക്കോവാണെങ്കിൽ 2 ദിവസത്തിൽ കൂടുതൽ 2.25 ദിവസം ഉണ്ടായിരുന്നു.
അപ്പം അന്ന് രാത്രിയാണ് ഇപ്പം ട്രെയിനിൽ ഞങ്ങളുടെ കൂടെ ഇപ്പം കൂടെ ഇരിക്കുന്നവരൊക്കെ ഇപ്പം വെറും വൈറ്റ് നോയ്സ് ആയിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ആർക്കും ഒരു സാധനം ഇടയിൽ കൂടി ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റുന്നത്. ഞാൻ കംപ്ലീറ്റ് ഇൻക്വിസിഷനാണ്, എന്താണ് എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇതിനെക്കുറിച്ച്. ഇപ്പോൾ ഞങ്ങൾ സിനിമാ ലോകത്തിനെ കുറിച്ച് സംസാരിച്ചു, ഞങ്ങൾ ഇഷ്ടമുള്ള ആക്ടേഴ്സിനെ കുറിച്ച് സംസാരിച്ചു, കഥകളെക്കുറിച്ച് ഇത് പറഞ്ഞു, ഞങ്ങൾ വായിക്കുന്ന ഞങ്ങളുടെ വായനയുടെ താല്പര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പലതരത്തിലുള്ള അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവിടെ ഓരോ അന്നത്തെ കാലത്തെ ഇഷ്യൂസിനെ പലതും നമ്മൾ സംസാരിക്കുകയും എടുക്കുകയും ചെയ്തു. നമ്മുടെ അനുഭവങ്ങൾ ഒക്കെ നമ്മുടെ മുൻ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചു എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ ചകഞ്ഞ് അന്വേഷിച്ചെടുക്കുകയാണ്. എല്ലാ ടേസ്റ്റും ശരിയാണോ അല്ലെ? ആക്ച്വലി അങ്ങനെയല്ല. അപ്പം ആ രീതിയിലല്ല അന്വേഷണം, പക്ഷേ ഒരു ഭയങ്കര താല്പര്യമായിരുന്നു. ദിസ് ഇസ് ഒരു ഫാസിനേറ്റിംഗ്, കംപ്ലീറ്റ്ലി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മനസ്സിൽ അപ്പോൾ വന്നിരുന്നത് വാസ് ദാറ്റ് ക്വിക്ക് സിൽവർ. ഇദ്ദേഹത്തിന് ഞാൻ പറയുമായിരുന്നു, ഇപ്പം ആ വാക്ക് ഇതായിരുന്നു. ഇപ്പം ഷാർപ്പാണ്, ക്വിക്ക് സിൽവറാണ്, പല രൂപത്തിൽ പോകുന്നതാണ്, ക്രിയേറ്റീവാണ്, അങ്ങനെയൊക്കെയുള്ള. ഇപ്പം ഇദ്ദേഹം നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ, പിന്നെ ഇദ്ദേഹത്തിന് മെഡിസിനിലോട്ട് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ, അതും ഞാനും മെഡിസിൻ വിട്ട് കയറാതെ വഴിമാറിപ്പോയ ആളാണ്. അപ്പം ഒരാൾ കയറുന്നതിന് മുമ്പ് തന്നെ വഴിമാറിപ്പോയി, മറ്റൊരാൾ കയറി അനുഭവിച്ചതിന് ശേഷം വഴിമാറി. അപ്പോൾ അത് ഞങ്ങൾ കമ്പയറിങ് നോട്ട്സ് അബൌട്ട് ദാറ്റ്, വൈ വി ഡിഡ് ഇറ്റ്, അങ്ങനെ കാട് കയറി. അപ്പം ഞാനിപ്പം അവസാനം ഞാൻ പറയുകയും ചെയ്തു, അല്പം വളരെ ഒബ്സസീവ് ആയിപ്പോയില്ലേ ഈ ഒരു അറ്റൻഷൻ. അപ്പം എന്ത് ചെയ്യാനാ, ഞാനൊരു ക്യാപ്റ്റീവ് ഓഡിയൻസ് അല്ലേ ഇത്. ഓക്കെ, ഒരാളുടെ എനിക്ക് അപ്പോൾ ആ ഫാസിനേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം വേണു സാറിന് ആ സമയമായപ്പോഴേക്കും മസൂറിൽ എത്തുമ്പോഴേക്കും ഒരു പിക്ചറൊക്കെ ക്ലിയർ ആയോ? പിന്നെ എൻ്റെ മനസ്സിലും, പക്ഷെ അത് വേറൊരു രീതിയിലാണ്. കാരണം എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ഒരു മടിയുണ്ട്. അത് ആ മടി പക്ഷേ ക്രമേണയാണ് മാറിയത്. പക്ഷേ പറയാൻ കുറേ അധികം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ കോൺവെർസേഷനിലൂടെ അങ്ങ് അകത്തോട്ട് കയറിപ്പോയി. പിന്നുള്ളത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാൻ ഈ കോഴിക്കോട് മാത്രം കണ്ടിട്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ തിരുവനന്തപുരം കോഴിക്കോടിനൊക്കെ അത്ര വലിയ സത്യമൊന്നും അല്ല അന്നും അങ്ങനൊരു ഇല്ല. പക്ഷേ ഈ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് ഇത്ര അധികം കാര്യങ്ങൾ ചെയ്ത ഒരാൾ എന്ന് പറയുമ്പോൾ എനിക്കതൊരു വലിയ ഫാസിനേഷനാണ്. എങ്ങനെ ഈ ഒരു കുട്ടി ഒരു ചെറിയ സ്ഥലത്ത് കൊണ്ട് തന്നെ ഫ്രഞ്ചിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുക്കുക, ഡിപ്ലോമ എടുക്കുക, വിദേശത്ത് പല പ്രാവശ്യം പോവുക. വിദേശത്തൊന്നും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല എന്നാണ്. വിദേശത്ത് പോകുന്നു, NCCയുടെ റിപ്പബ്ലിക് ഡേ പരേഡിന് പോവുക, അവിടെ നിന്ന് കാനഡയ്ക്കുള്ള സെലക്ഷൻ കിട്ടുക, ഇതിനിടയിൽ കവിത വായിക്കുക, കവിത എഴുതുക, പുസ്തക വായന ആഴത്തിൽ പുസ്തകം വായിക്കുക, മെഡിസിൻ വേണ്ടെന്ന് വെക്കുക. അപ്പം അങ്ങനെ പല തരത്തിലും സവിശേഷമായിട്ടുള്ള കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ അത് കൂടുതൽ ചകഞ്ഞ് അന്വേഷിക്കണം എന്ന ഒരു താല്പര്യം അത് അന്നേ വന്നു. അപ്പോൾ ഞങ്ങൾ ഡൽഹിയിലെത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഒരു ദിവസമുണ്ട്. ആ ഒരു ദിവസം ശാരദയുടെ അമ്മമ്മയും അവരുടെ ഒരാൾ വന്ന് കൊണ്ടുപോയി, ഞാൻ വേറെയും പോയി. എന്നിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരികയാണ് വേറൊരു ട്രെയിനിലേക്ക്, ഡൽഹിയിൽ നിന്ന് ഡെറാഡൂണിലേക്ക് പോകാനുള്ള അടുത്ത ട്രെയിൻ കയറുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ആ ട്രെയിനിലൊന്ന് കയറിയാൽ മതി എന്നായി. അതിലാണെങ്കിൽ മറ്റുള്ള സിവിൽ സർവീസ് കയറിയ ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ ബാച്ചിൽ പിന്നീട് ബാച്ച് മേറ്റ്സ് ആയവരൊക്കെ ഉണ്ടായിരുന്നു. ആരെയും ഞങ്ങൾ രണ്ടുപേരും മൈൻഡ് ചെയ്തില്ല. ഞങ്ങളുടെ സൈഡിലുള്ള ബർത്തിൽ അപ്പോൾ ഇപ്പുറത്തും അപ്പുറത്തും ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ അഗൈൻ രാത്രി ഇപ്പം ഉറങ്ങാതെ, ഓവർനൈറ്റ് ട്രെയിനാണ്, ഉറങ്ങാതെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഇത് ശരിയാണെങ്കിൽ, നിഗമനം ശരിയാണെങ്കിൽ, ഞാൻ വീണത് കേരള എക്സ്പ്രസ്സിലും ഇദ്ദേഹം വീണത് മസൂരി എക്സ്പ്രസ്സിലും. മസൂരിയിൽ അപ്പം എത്തുമ്പോഴേക്കും എല്ലാം സെറ്റായി. അതെ മനസ്സിലായി വരാൻ കുറച്ച് സമയം എടുത്തു. പക്ഷേ 88 സർവീസ് കിട്ടി, സിവിൽ സർവീസ് കിട്ടി. പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് 91 വേണ്ടാന്ന് വെച്ചില്ല, ഞാൻ അന്ന് ഒന്നുകൂടി പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു. കാരണം അന്നത്തേത് അനുസരിച്ചിട്ട് എനിക്ക് IAS കിട്ടില്ലായിരുന്നു. ഞാനപ്പോൾ റവന്യൂ സർവീസിൽ ജോയിൻ ചെയ്തിട്ട് ഒന്നുകൂടി പരീക്ഷ എഴുതി. അങ്ങനെ ഒന്നുകൂടി പരീക്ഷ ചെയ്തത് കൊണ്ടാണ് കണ്ടത് ഇങ്ങനെ ഒരു ട്രെയിൻ യാത്ര ഉണ്ടായത് അല്ലേ? അതെ അതെ.
ശാരദ മാം പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിൽ ടോപ്പറായിരുന്നു, കാനഡയിലായിരുന്നു കുട്ടിക്കാലം. അങ്ങനെ ഒരു അത് എന്താ പറയുക, അതെങ്ങനെയായിരുന്നു? അച്ഛന് കോമൺവെൽത്ത് സ്കോളർഷിപ്പ് കിട്ടിയിട്ട് PhD ചെയ്യാനായിട്ട് കാനഡ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ എഡ്മണ്ടണിൽ പോയാണ് PhD ചെയ്തത്. അപ്പോൾ കുട്ടിക്കാലത്ത് അമ്മയും ഞാനും അച്ഛൻ്റെ പിന്നാലെ ഞങ്ങളും അവിടെ ചെന്നു. എൻ്റെ അനിയത്തി അവിടെയാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ ശരിക്കും കുട്ടിക്കാല ഓർമ്മ എന്നുള്ളത് നല്ല ശക്തമായിട്ടുള്ള ഓർമ്മ തുടങ്ങുന്നത് കാനഡയിൽ നിന്നാണ്. തിരിച്ച് വന്നപ്പോഴത്തേക്കും അവിടെ 3.5-4 വർഷം ഉണ്ടായിരുന്നു. തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വരുന്നത് ഞാനൊരു എങ്ങനെയാണ് മലയാളവും തമിഴും കലർന്ന ഒരു എൻവയൺമെൻറ്റിലോട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അവിടെ എൻ്റെ മലയാളത്തെയും കളിയാക്കും, എൻ്റെ തമിഴേയും കളിയാക്കും. അങ്ങനെ ഒരു ഇതിൽ ഇംഗ്ലീഷിൻ്റെ മുകളിൽ തൂങ്ങിപ്പിടിച്ച് നിന്ന അങ്ങനെ തൂങ്ങിപ്പിടിച്ച് നിന്നതും കൂടി കൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷയിലും ഇതിലൊക്കെ താല്പര്യം കയറിയാണ് പോയത്. ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിൽ ടോപ്പറായിരുന്നു, അതുകൊണ്ടാണോ സിവിൽ സർവീസിലേക്ക് വരണമെന്ന് അങ്ങനെ ആ ഒരു സ്റ്റെപ്പായിട്ട് അങ്ങനെയാണോ വന്നത്? സിവിൽ സർവീസിൽ കയറാൻ യാതൊരു താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. എനിക്ക് ഇപ്പം എൻ്റെ ഒരു സമയത്തും എൻ്റെ ആഗ്രഹമായിരുന്നില്ല സിവിൽ സർവീസിൽ കയറുക എന്നുള്ളത്. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അന്ന് എനിക്ക് 3rd ഗ്രൂപ്പ് എടുക്കണം, ഇപ്പം ആർട്സ് ഗ്രൂപ്പ് എടുക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അമ്മയും അച്ഛനും പറഞ്ഞു ഇല്ല, കുറച്ചും കൂടി സയൻസും മാത്തൊക്കെ കുറച്ചുകൂടി പഠിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 2nd ഗ്രൂപ്പ് എടുത്തു. 2nd ഗ്രൂപ്പ് എടുത്ത സ്ഥിതിക്ക് പിന്നെ ആ പോയിന്റിലും വെച്ചിട്ട് എനിക്ക് വീണ്ടും ലിറ്ററേച്ചറിലോട്ട് പോകണമെന്നുള്ള താല്പര്യം. പക്ഷേ അപ്പോൾ ഈ എൻട്രൻസ് ടെസ്റ്റ് വച്ച് വേണം നമ്മൾ എൻട്രൻസ് ടെസ്റ്റ് ആദ്യമായിട്ടുണ്ടാകുന്ന സമയമാണ്. അപ്പോൾ വേണുവാണ് ഫസ്റ്റ് ബാച്ച് എൻട്രൻസ് ടെസ്റ്റിൻ്റെ, ഞങ്ങൾ 2ാമത്തെ 3ാമത്തെ ബാച്ച്. അപ്പോൾ ആ ഒരു ഇത് വന്നപ്പോഴത്തേക്കും ഇനി ആളുകൾ പറയും നീ നിനക്ക് പേടിയായിട്ടാണ് മെഡിസിൻ ഇത് എൻട്രൻസ് എഴുതാതിരുന്നതുകൊണ്ട് എൻട്രൻസ് എഴുതിയേ പറ്റൂ എന്ന് വീട്ടുകാരും അമ്മയും അച്ഛനും നിർബന്ധം പറഞ്ഞു. അങ്ങനെ പരീക്ഷ എഴുതി കിട്ടി. അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം നമുക്ക് തീരുമാനിക്കാമെന്നുള്ളതായിരുന്നു. അപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് ഗുരുവായൂർക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഫ്രണ്ടിൽ നിന്ന് തീരുമാനിച്ചു എന്താ വേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മെഡിസിൻ ഇല്ല, എനിക്ക് ലിറ്ററേച്ചർ വേണം എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒരു ഇതിലാണ് എല്ലാവരുടെയും ധാരണ ഞാൻ ലിറ്ററേച്ചർ എടുത്തത് IAS കയറാൻ വേണ്ടിയാണ് എന്നുള്ളത്. കാരണം ആ സമയത്ത് ലിറ്ററേച്ചർ എടുത്ത കുറേ സീനിയർ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നിരിക്കാം, എനിക്കതറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ലിറ്ററേച്ചർ എടുത്തത് ടീച്ചറാകാൻ വേണ്ടിയാണ്. ഇപ്പം പറ്റുമെങ്കിൽ ഇപ്പം PhD എടുക്കണം, പഠിക്കണം, ഇത് കവിത എഴുതണം എന്നൊക്കെയുള്ള ഒരു വലിയ സ്വപ്നങ്ങൾ, ആ തരത്തിലുള്ള സ്വപ്നങ്ങൾ ആയിരുന്നു എനിക്ക് മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഒരു വാക്കൊന്ന് കൊടുത്തിരുന്നു, ഏതായാലും ഇപ്പം എന്നെ ഇത് ലിറ്ററേച്ചർ എടുക്കാൻ അനുവദിച്ച സാഹചര്യത്തിൽ സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റെങ്കിലും സിവിൽ സർവീസ് നടത്തും. ഞാൻ ബാങ്ക് പരീക്ഷയൊക്കെ കുറേ എഴുതിയിരുന്നു കേട്ടോ, ഒരു സാധനം കിട്ടിയില്ല. ഇത് ഒരു ഭയങ്കര സാധനമാണിത്. ഒരു തയ്യാറെടുപ്പില്ല, ഒരു പ്രാവശ്യം സിവിൽ സർവീസ് എഴുതുന്നു, IAS കയറുന്നു. ഇത്ര അനായാസം ഒരാൾ സിവിൽ സർവീസ് എഴുതി ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ട് പോലുമില്ല അത്. എന്ന് മാത്രമല്ല സർവീസ് കയറിയിട്ട് ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയുമ്പോൾ ഈ ഒരു വളരെ വിവരദോഷിയാണല്ലോ, ഒന്നും അറിയില്ല, എങ്ങനെയപ്പം കിട്ടിയത്. ഞങ്ങളൊക്കെ പഠിച്ചതിൻ്റെ ഒരു അംശം പോലും ശാരദ പഠിച്ചിട്ടില്ല. പക്ഷേ ശാരദയുടെ ഒരു പ്രത്യേക കഴിവുണ്ട്, എക്സ്പ്രഷനിൽ എഴുതുമ്പോൾ ആ ഇത് വരുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൾക്കാർ ഇമ്പ്രസ്ഡ് ആവും, ഈ വായിക്കുന്നവരും ഇൻവിജിലേറ്റേഴ്സ് അല്ല ഇത് പേപ്പർ എക്സാമിൻ ചെയ്യുന്നവർ. അതുകൊണ്ടായിരിക്കാം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാൻ പാടില്ല എന്നാണ് എല്ലാവരും പറയുക. കാരണം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ളൊരു ലിറ്ററേച്ചർ സബ്ജക്ട്സിൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ പക്ഷേ ഞാൻ സിവിൽ സർവീസിൽ കയറാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എനിക്ക് ആ പേപ്പേഴ്സിൽ കിട്ടി. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഹയസ്റ്റ് മാർക്സ് ആയിരിക്കും അത്. എഴുത്തുകാരി ശാരദ ടീച്ചർ ആകേണ്ടിയിരുന്ന ആളാണ് അവസാനം ഇങ്ങനെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് മാറുന്നത്. പക്ഷേ ഡോക്ടർ വി വേണു, എന്തിനാ ഡോക്ടർ വി വേണുവിന് ഡോക്ടറേറ്റ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ കാരണം അല്ല, ശരിക്കുള്ള ഡോക്ടർ തന്നെയാണ്, അതെ ശരിക്കുള്ള ഡോക്ടർ. താല്പര്യം ഉണ്ടായിരുന്നില്ല, പിന്നെ അതിലേക്ക് വന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ട് മുമ്പ് ഒരിക്കൽ കൂടി ഈ സമയത്ത്. അതൊരു വേറെ ഒരു മോഡായിരുന്നില്ലേ സിവിൽ സർവീസിലേക്ക് വന്നത്? അതെ, ഞാൻ എൻ്റെ ഒരു
താല്പര്യം ആക്ച്വലി കുറച്ചും കൂടി ഒന്ന് നന്നായി പുറത്തേക്ക് വരുന്നത് മെഡിസിനിൽ ഞാൻ അത്ര നന്നാവില്ല, അത്ര ശോഭിക്കില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ കൊണ്ടാണ്. കാരണം എൻ്റെ കൂടെയുള്ളവരൊക്കെ നല്ല ഏറ്റവും ഡെഡിക്കേഷനോട് കൂടി ഏറ്റവും കമ്മിറ്റ്മെൻറ്റോട് കൂടി MBBSലെ ഓരോ കാര്യവും ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും ഒന്നും എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നില്ല. ഞാൻ പരീക്ഷകൾ പാസ്സാവുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാലും അതിലുള്ള ആ പൂർണ്ണമായിട്ടുള്ളൊരു ഒരു അർപ്പണമുണ്ടല്ലോ, അത് MBBSകൾക്ക് വേണം. അല്ല, അത് ഞാൻ കുറച്ച് അത് മാറ്റി പറയട്ടെ. ഇപ്പം ഇദ്ദേഹം ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് അദ്ദേഹം അതിനെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ആ സമയത്ത് കേട്ട ആൾ എന്നുള്ള രീതിക്ക് എനിക്ക് പറയാം, ഈ മനുഷ്യനോടുള്ള ഒരു വൈകാരികതയുണ്ടല്ലോ, അത് പലപ്പോഴും ഒരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിലേ നല്ല ഡോക്ടറാകാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ പഠിപ്പിക്കപ്പെട്ടതായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആ ഡിറ്റാച്ച്മെൻറ്റ് എന്നെ കൊണ്ടാകുന്നില്ല എന്നത് വേണുവിനെ വല്ലാണ്ട് അലട്ടുന്നൊരു കാര്യമാണ്. വേണു ഇപ്പം പ്രാക്ടീസ് ചെയ്തിരുന്നു, മെഡിസിൻ പ്രാക്ടീസ് ചെയ്തിരുന്നു. ഒരു ഡോക്ടറായിട്ട് ഒരു കുഗ്രാം രാമനാട്ടുകരയിലാണോ, രാമനാട്ടുകരയിലുണ്ടായിരുന്നു, മുക്കത്തും ഒക്കെ പോയി പ്രാക്ടീസ് ചെയ്തു. ആ പ്രാക്ടീസ് ചെയ്ത സമയത്ത് വളരെ ചെറിയ ക്ലിനിക്കിൽ ആരും ഇല്ലാത്തവരടുത്ത്, പക്ഷേ ആളുകൾ എവിടെ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വന്ന് കണ്ട ഡോക്ടറാണ്. അപ്പോൾ വളരെ ജനകീയമായിട്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മറ്റൊരു രീതിയിലുള്ള ഒരു ഡോക്ടർ ആകേണ്ട ആളാണ്. കമ്മ്യൂണിറ്റി ഹെൽത്തിലും ഒക്കെ ഇദ്ദേഹം ആ ഒരു ഫീൽഡിൽ തുടർന്ന് നിന്നിരുന്നെങ്കിൽ ശരിക്കും കമ്മ്യൂണിറ്റി ഹെൽത്തിൻ്റെ ഒരു വലിയൊരു എക്സ്പെർട്ടായിട്ട് മാറിയേനെ. സ്പെഷ്യലൈസേഷനിലോട്ട് പോകാൻ ഇപ്പോൾ സർജറി, പീഡിയാട്രിക്സ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലൈസേഷനിൽ പോകാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്ന ഒരാളല്ല. ഇത് എപ്പോഴും കമ്പയർ ചെയ്യുന്നത് അത്തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റായിട്ട്. ആ ഒരു സ്വഭാവം എനിക്കില്ലല്ലോ എന്ന്. പക്ഷേ ഇപ്പം നല്ല ഡോക്ടറായിരുന്നു, നല്ല മിടുക്കനായ ഡോക്ടറായിരുന്നു. എല്ലാവരെയും നന്നായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയാണ് വേണിൻ്റെ അടുത്ത് പഴകുന്നതെന്നറിയോ, അതൊരു വേറൊരു ആ ഒരു ഡിറ്റാച്ച്മെന്റ് പറ്റില്ല എന്നുള്ള കാരണം കൊണ്ട് കൂടിയാണ് മാറിയതെന്നുള്ളത്. കേരളത്തിലെ 5ാമത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആകുന്ന ആൾ. തദ്ദേശ ഭരണം, വനിതാ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പ്രാദേശിക വികസനം, അങ്ങനെയുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കൂടി. എങ്ങനെയാണ് ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് ഉറ്റുനോക്കുന്നത്? മിനിസ്റ്റർ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മുടെ തദ്ദേശ ഭരണത്തിനൊരു ചീഫ് സെക്രട്ടറി കിട്ടുകയാണെന്ന്. ഈ തദ്ദേശ ഭരണം എന്ന് പറയുന്നത് തന്നെ ഒരു ആക്ച്വലി സർവ്വവ്യാപിയായിട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ തദ്ദേശ ഭരണ വകുപ്പിലിരുന്നു കൊണ്ട് ഹെൽത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ഇപ്പോൾ ആനിമൽ ഹസ്ബൻഡറിയിൽ ഇടപെട്ടിട്ടുണ്ട്, ഡയറിയിൽ ഇടപെട്ടിട്ടുണ്ട്, കൃഷിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ക്ലൈമറ്റ് ആക്ഷനിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഡിസാസ്റ്ററിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇപ്പം പ്രാദേശിക വികസനം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, വേസ്റ്റിൻ്റെ ഒരു മേഖല വെച്ചുകൊണ്ട് തന്നെ വിവിധ വകുപ്പുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്, ഏർബനൈസേഷൻ. അപ്പോൾ ഇന്ന് നോക്കുമ്പോഴത്തെ ആക്ച്വലി ഒരു മൈക്രോ കോസമാണ്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം അനുഭവിക്കുന്ന പല ഇഷ്യൂസിൻ്റെയും ഒരു മൈക്രോ കോസം നമുക്ക് തദ്ദേശ ഭരണ വകുപ്പിൻ്റെ അകത്തു കൂടി സഞ്ചരിക്കുന്നതിൽ കൂടി കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ. ഇപ്പം പിന്നെ മറ്റൊരു സവിശേഷത എന്ന് വെച്ചാൽ തദ്ദേശ ഭരണ വകുപ്പ് മറ്റ് വകുപ്പുകളെ പോലെയല്ല. എല്ലാ വകുപ്പുകളും ഒരു വളരെ ഹൈറാർക്കി ഡ്രിവൻ ആണ്. അപ്പോൾ തലപ്പത്തിരിക്കുന്നു, തലപ്പത്ത് തീരുമാനങ്ങൾ എടുക്കുന്നു, ആ തീരുമാനങ്ങൾ താഴോട്ട് നടപ്പിലാക്കുന്നു, ആ നടപ്പിലാക്കുന്നത് നേരാവണ്ണമാണോ എന്ന് പരിശോധിക്കുന്നു. പക്ഷേ തദ്ദേശ ഭരണം എന്ന് പറയുമ്പോഴത്തേക്കും എവിടെയാണ് തലപ്പത്ത് ഇരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ മേളിലല്ല ഡിപ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി ഇപ്പം ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഫെസിലിറ്റേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫെസിലിറ്റേഷൻ്റെ റോളിൽ നിൽക്കുന്ന ഏക ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം ശരിക്കും ആ റോള് ഇപ്പം ഇങ്ങനെ ഒരു നിയന്ത്രണമല്ല, ഫെസിലിറ്റേഷനാണ്. ആൻഡ് ഇപ്പം കൺട്രോളില്ല, എന്നാലും കാര്യം നടത്തിയെടുക്കണം, ഉത്തരവാദിത്വത്തിന് ഒരു കുറവുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കുറച്ച് സങ്കീർണമായിട്ടുള്ള അനുഭവമാണ് തദ്ദേശ ഭരണ വകുപ്പ് അതിൽ കൂടി പോകുന്ന ആളുകൾക്ക് നൽകുന്നത്. അത് എല്ലാവർക്കും ദഹിക്കുന്ന സാധനമല്ല. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക് പലപ്പോഴും അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ കാര്യം നടത്തിയെടുക്കണം, അവർക്കൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു, അത് ചെയ്തെടുക്കണം. അത് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ കൺട്രോളില്ലാതെ ചെയ്യിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ താല്പര്യങ്ങളൊക്കെ മാറ്റി വെച്ചു, കാരണം വേറെ താല്പര്യങ്ങളും വേറെ നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടായി വരുമ്പോഴത്തേക്കും അതിനൊക്കെ തന്നെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത് പോകേണ്ടുന്ന
ഒരാവശ്യം കൂടിയുണ്ട്. സോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആൻഡ് ഈ ഒരു രീതിശാസ്ത്രം, മെത്തഡോളജി, അണ്ടർസ്റ്റാൻഡിങ് ഭരണ സംവിധാനത്തിൽ മൊത്തം കൊണ്ടുവരണമെന്ന് താല്പര്യമുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഏകീകൃതമായിട്ട് ഈ സംയോജനം പറയാനൊക്കെ എളുപ്പമാണ്. വാസ്തവത്തിൽ എല്ലാവരും ഞങ്ങളുമായിട്ട് സംയോജിക്കണം, ഞങ്ങളാരുമായിട്ട് സംയോജിക്കില്ല. അപ്പോൾ അതിൻ്റെ വളരെ ബുദ്ധിമുട്ടി പഠിച്ച ആളുകളാണ് ഞങ്ങൾ. ശാരദ മാമിനെ കുറിച്ചുള്ള ചോദ്യമാണ്, പക്ഷേ ഞാൻ മേൽസാറിനോടാണ് ചോദിക്കുന്നത്. ഈ കുടുംബശ്രീക്കൊക്കെ ഒരു വലിയ അടിത്തറയൊക്കെ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരാൾ കൂടിയാണ് ശാരദ മാം. ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആ ഒരു ലേബൽ എന്ന് പറയുന്നിടത്ത് പോലും ശാരദാ മുരളീധരൻ എന്ന പേര് പറഞ്ഞു കേൾക്കുന്നത്, അതെങ്ങനെയാണ് ഒന്ന് വിലയിരുത്തുന്നത്? ഞാൻ ശാരദ ചീഫ് സെക്രട്ടറി ഇപ്പോൾ ആകുന്നതുകൊണ്ട് പറയുകയല്ല, പക്ഷെ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന ആ പദം പ്രായോഗിക തലത്തിൽ ഏറ്റവും ആഴത്തിൽ എത്തിച്ചിട്ടുള്ളത് ശാരദാ മുരളീധരനാണ്. അതിനെക്കുറിച്ചൊരു സംശയമില്ല. അതിനൊരു മറ്റൊരു വശം കൂടിയുണ്ട്. കാരണം സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ഏതെല്ലാം രീതിയിൽ ചെയ്യേണ്ടതാണ് എന്നുള്ളത് നമ്മുടെ ശാരദാ മുരളീധരന് മുൻപും ശാരദാ മുരളീധരന് പിൻപും എന്ന് നമുക്ക് പറയാൻ പറ്റും. സ്ത്രീ ശാക്തീകരണം അതിന് മുൻപ് വരെ പുരുഷന്മാർ നയിക്കുന്ന വകുപ്പുകളും പുരുഷന്മാർ നയിക്കുന്ന സർക്കാരുകളും സ്ത്രീകൾക്ക് നൽകി പോരുന്ന ഒരു എന്താണ് ഞാനൊരു ഉപകാരം ചെയ്യുകയാണ്, ഞാനൊരു കാര്യം കൊടുക്കുകയാണ്. ഇതാണ് ശാക്തീകരിക്കാൻ വേണ്ടി ശാക്തീകരണം എന്നുള്ളതാണ്. എന്നാൽ ഇതൊരു പ്രക്രിയയാണ്. ഈ പ്രക്രിയ ഒരിടത്ത് തുടങ്ങിയിട്ട് ഒരിടത്ത് തീരുന്നതല്ല. പലയിടത്തായിട്ട് തുടങ്ങേണ്ട കാര്യവും ഒരേപോലെ മുന്നോട്ട് പോകേണ്ട കാര്യവുമാണ്. ചിലയിടത്ത് വേഗത കൂടും, ചിലയിടത്ത് വേഗത കുറയും. പക്ഷേ അത് ആരുടെയും ഔദാര്യത്തിന് തരുന്നൊരു കാര്യമല്ല, നമ്മൾ സ്വയം ആർജിക്കേണ്ട കാര്യമാണ് എന്നുള്ളത് കേരളത്തിലെ ഈ 35 ലക്ഷം സ്ത്രീകൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആ തോന്നലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി ശാരദയാണ്. അതിനെ നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആദ്യത്തെ വനിതാ എഞ്ചിനീയറാണ് അമ്മ, ശാരദാമാവിൻ്റെ അമ്മ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം വളരെ ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഈ ഒരു സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ബേസ് എന്നൊക്കെ പറയുന്നത് ഇതായിരിക്കുമോ? ആ ഒരു ബാക്കപ്പ് കൂടി ആയിരിക്കുമോ? വീട്ടിൽ നിന്ന് തുടങ്ങുന്നതാണോ? ശരിയാണ്. ഇപ്പം ഇപ്പം ഞങ്ങൾ അമ്മയുടെ വീടിൻ്റെ ചുറ്റുപാടെന്ന് പറയുമ്പോൾ വളരെ കൺസർവേറ്റീവായിട്ടുള്ള ഒരു തമിഴ് ഇതിൽ നിന്ന് ആണ് അമ്മ വരുന്നത്. ആ അമ്മ യാദൃശ്ചികമായിട്ടാണ് എൻജിനീയറിങ്ങിലോട്ട് കയറുന്നത്. താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായതുകൊണ്ട് എൻജിനീയറിങ്ങിന് അപ്ലൈ ചെയ്തു, കയറി. അന്ന് 2 പേര് അപ്ലൈ ചെയ്തതിൽ ഒരാൾ കല്യാണം കഴിച്ചത് കാരണം അവർക്ക് അമ്മയുടെ ഒപ്പം തീർക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ആദ്യം എൻജിനീയറിംഗ് ഡിഗ്രിയോടുകൂടി പടിയിറങ്ങുന്നത് കേരളത്തിൽ നിന്ന് അമ്മയാണ്. അപ്പോൾ അതിൻ്റെ അനുഭവം ഇപ്പം പുരുഷന്മാർ മാത്രമുള്ള ഒരിടത്ത് ഇപ്പോൾ ഈ ടോയ്ലറ്റ് മുതൽ ഇന്നും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അത് ഒരു പ്രൊഫഷണൽ കോളേജിൽ ആദ്യമായിട്ട് അനുഭവിച്ചത് അമ്മയാണ്. അപ്പോൾ അവിടെ ഇപ്പം ചില ഇതിലൊന്നും കയറാനായിട്ട് പറ്റില്ല, പല ഇതിലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, ഇത് പ്രശ്നങ്ങളും ആരോടും പറയാനൊന്നും പറ്റില്ല. അപ്പോൾ അതൊക്കെ പയറ്റി തന്നെയാണ് അമ്മയുടെ ഇത് കടന്നു വന്നത്. ആ കഥകളൊക്കെ അതിനു മുൻപും ഉള്ള കഥകൾ കേട്ടിട്ടുണ്ട്. കാരണം വളർന്നതും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് വളർന്നത്. അമ്മ മിടുക്കിയായതുകൊണ്ട് ഈ പഠിത്തത്തിൽ വലിയ കാര്യമുണ്ട് എന്ന് കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞു. അപ്പോൾ സ്കോളർഷിപ്പൊക്കെ വാങ്ങിച്ച് അങ്ങനെയൊക്കെയാണ് അമ്മയ്ക്ക് സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാനായിട്ട് പറ്റിയത്. ഈ സ്കോളർഷിപ്പൊക്കെ കിട്ടിയതും കൂടിയൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ ഗ്രിറ്റ് ശരിക്കും കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ഈ സർവീസ് സ്റ്റോറി പറയുമ്പം ഇടയ്ക്ക് നിഫ്റ്റിൻ്റെ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറുമായി അതൊരു വഴിതെറ്റി പോയതാണ്. അത് വേറൊരു എക്സ്പീരിയൻസ് ആണോ? വഴിതെറ്റി തന്നെയാണ് പോയത്. ഡൽഹിയിൽ ഞാൻ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. തിരിച്ച് നാട്ടിലോട്ട് വരാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന സമയത്താണ് നിഫ്റ്റിലേക്ക് കൺസിഡർ ചെയ്യുന്നു എന്നും പറഞ്ഞു. ആൻഡ് അന്നത്തെ മിനിസ്റ്റർ സ്മൃതി ഇറാനിയെ ചെന്ന് കാണണമെന്നൊന്നും ഒക്കെ പറഞ്ഞത്. അപ്പോൾ
ഞാൻ വിചാരിക്കും ഇത് ഏത് വകയിലാണ് നമ്മൾ സ്ത്രീ ശാക്തീകരണം ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താണ് ഈ സഞ്ചിയൊക്കെ നടക്കുന്ന ജ്വലവാലയായിട്ട് നിൽക്കുന്ന ഒരു ആളിനെ എങ്ങനെയാണ് ഒരു ഫാഷൻ സ്ഥാപനത്തിൻ്റെ ഫാഷൻ്റെ അറിയാത്ത ആൾ ആണ്. അപ്പോൾ അവിടെ കയറിക്കൊണ്ടുപോയി ഞാൻ എന്ത് ചെയ്യും എന്ന് വാസ്തവത്തിൽ ചിന്തിച്ചു പോയിരുന്നു. പക്ഷേ അവിടെ കയറിയപ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു അനുഭവമാണെന്ന്. ഒന്ന് ആദ്യം മനസ്സിലാക്കിയത് ഈ ഫാഷൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള പേരുണ്ടെങ്കിലും ഇതിൽ ഡിസൈൻ ഉണ്ട്, ടെക്നോളജി ഉണ്ട്, മാനേജ്മെൻറ്റ് ഉണ്ട്, അങ്ങനെ 3 സ്ട്രീംസ് ഉള്ള ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ പ്രൈമറിലി ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ സാധാരണ ഒരു ക്രിയേറ്റീവ് ആർട്സിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളൊക്കെ ഇത് പഠിക്കുന്ന ഒരു സ്ഥാപനം. എൻ്റെ ആ സ്ഥാപനത്തിൻ്റെ അകത്ത് നമ്മളിത് കാണുന്നത് പല തരത്തിലുള്ള പല മനോഭാവങ്ങളുള്ള പല തരത്തിൽ ക്രിയേറ്റിവിറ്റിയുള്ള ആളുകൾ ഇതിനകത്ത് നിൽക്കുന്നത്. ഇവർക്കൊക്കെ അവരുടെ അകത്തുള്ളൊരു പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാനായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു ആക്ച്വലി DG എന്ന നില. ഡയറക്ടർ ജനറലാണ് നെഫ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ. ഇത് പ്രസിഡൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ പ്രത്യേക ആക്റ്റൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു റോളാണ് വാസ്തവത്തിൽ DGക്ക് ഉള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഫാഷൻ അറിയണമെന്നൊരു നിർബന്ധമില്ല. ഇപ്പം ഫാഷൻ പോയിട്ട് നമ്മുടെ ഈ ഇപ്പം ഹാൻഡ്ലൂമും ഹാൻഡിക്രാഫ്റ്റും അതും തന്നെ അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അതൊക്കെ പഠിക്കാനും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും പിന്നെ കുറച്ചൊരു അത്തരത്തിലുള്ളൊരു താല്പര്യമുള്ളതിന് കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളത് കൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങളിലൊക്കെ നമുക്കത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ കുടുംബശ്രീയുടെ അനുഭവം ഭയങ്കരമായിട്ട് പ്രയോജനപ്പെട്ടു. ഈ നെഫ്റ്റിൽ പോയതിനു ശേഷം വഴിതെറ്റിപ്പോയതാണെങ്കിലും അല്ലെങ്കിലും ഒരു മേക്ക് ഓവർ ഉണ്ടായിട്ടുണ്ട് എന്ന് വളരെ അടുത്ത് പരിചയമുള്ള ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ? സംശയമില്ല. അത് എനിക്ക് തോന്നുന്നത് ഈ ശാരദ ഇൻട്രിൻസിക്കലി ശാരദയ്ക്ക് ഈ ഒരു ക്വാളിറ്റി ഉണ്ട്. ഈ കളേഴ്സ് തമ്മിലുള്ള ബന്ധങ്ങൾ അന്വേഷിക്കുക, അതുപോലെ തന്നെ മെറ്റീരിയൽസ്, പുതിയ മെറ്റീരിയൽസ് ട്രൈ ഔട്ട് ചെയ്യുക. പക്ഷേ ഇതൊന്നും ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ആ സമയത്ത് ഇത് ചെയ്യേണ്ടതുണ്ടോ എന്ന സംശയത്തിൻ്റെയൊക്കെ ഇതിൽ മാറ്റി വെച്ചിരുന്നതാണ്. നിഫ്റ്റിലെത്തിയപ്പോൾ ഞാൻ കണ്ടത് വളരെ ഫ്രീ ആയ ഒരാളാണ്. ഭയങ്കര ഫ്രീഡത്തോടു കൂടി ഈ പുതിയ ആശയങ്ങൾ സ്വീകരിക്കുക, അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുക, അത് സ്വയം ട്രൈ ചെയ്യുക. ഇത് 3ഉം നടന്നത് നിഫ്റ്റിൻ്റെ ആ ഒരു ഫ്രീഡമാണ്. ഇതെന്താ ഞാൻ കണ്ട ശാരദയുടെ ഒരു പ്രത്യേകത, നിഫ്റ്റിൽ ശാരദ ഒരു IAS ഓഫീസറേ ആയിരുന്നില്ല. ടൂറിസം ഫീൽഡിനെ കുറിച്ച് പറയണം. ടൂറിസം ഫീൽഡിൽ അങ്ങനെ എക്സ്പെരിമെൻറ്റേഷൻ്റെ ഒരു വഴികൾ ഉണ്ടാക്കിയ ഒരാൾ കൂടിയാണ്. അപ്പോഴും ആ ഒരു വേവ് ലെങ്ത് ഉണ്ട്. ഇപ്പോൾ പല മന്ത്രിമാരുടെ കൂടെ വർക്ക് ചെയ്തു. അങ്ങനെ ഒരു വേവ് ലെങ്ത്തിനെ കുറിച്ചൊക്കെ ചോദിക്കണം. ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്ത് പോയത് ആരുടെ കൂടെയാണ്? അത് കോടിയേരിയുടെ കൂടെ ആയിരുന്നു. ആ ടൂറിസം ഫീൽഡ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ചീഫ് സെക്രട്ടറി എന്നതിനപ്പുറത്തേക്ക് അല്ലാതെ എന്താ പറയുക, ഗോൾഡൻ ലെറ്റേഴ്സിലൊക്കെ രേഖപ്പെടുത്തി വെക്കും ഡോക്ടർ വി വേണു എന്ന പേര്. അത്രയൊന്നും വേണ്ട. പക്ഷേ ടൂറിസത്തിൻ്റെ ഒരു എനിക്ക് ഏറ്റവും ഓർക്കാൻ ഇഷ്ടമുള്ളത് പീരീഡ് കോടിയേരി സാറിൻ്റെ കൂടെയായിരുന്നു ഞാൻ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു അവസരം ലഭിച്ചു. പക്ഷേ നമ്മളെപ്പോഴും പറയില്ലേ, നമ്മൾ തുടങ്ങുന്നത് എവിടെയാണെന്നുള്ളതാണ്, നമ്മൾ തിരിച്ചങ്ങോട്ട് പോകും. ആ സമയം എനിക്ക് വളരെ പ്രഷ്യസാണ്. അത് ചന്ദ്രശേഖരൻ നായർ സാറിൻ്റെ കൂടെയായിരുന്നു. സാറ് എന്നെപ്പോലെ ഒരു വളരെ ഫ്രഷായ ഒരു ഉദ്യോഗസ്ഥന് അദ്ദേഹം തന്ന ഒരു ഫ്രീഡമുണ്ട്. ആ ഫ്രീഡം എന്നെ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പ്രേരിപ്പിച്ചു. ഓണം വാരാഘോഷമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്കും ഒരു ഡെക്കാറത്തിലേക്കും കൂടെ കൊണ്ടുവന്ന ഒരാളാണ്. അത് എങ്ങനെയായിരുന്നു ആ ഒരു സമയം? ഓണാഘോഷവും ടൂറിസം വാരാഘോഷവും ഒക്കെ മുമ്പേ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുറച്ച് പേര് ഇരുന്നിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഇതിനെ കുറേ കൂടെ ബ്രോഡ് ബേസ് ചെയ്തു. അല്ലാത്ത സമയത്തും ആഘോഷങ്ങളാവാം. അങ്ങനെ ആഘോഷിക്കുമ്പോൾ നമ്മൾ തദ്ദേശീയരായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള കലാരൂപങ്ങൾക്കും കലാകാരന്മാർക്കും അവസരം നൽകണം. അപ്പോൾ അങ്ങനെ ഉത്സവം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി കേരളത്തിൽ 100 കണക്കിന് സ്റ്റേജുകളിലേക്ക് മാറി. അപ്പോൾ ഓരോ ചെറിയ പട്ടണങ്ങളിലും നമുക്ക് കേരളീയ കലാരൂപങ്ങൾക്ക് അവസരം ലഭിച്ചു. അത് കാണാനും ടൂറിസ്റ്റുകൾക്ക് അനുഭവിക്കാനും ഒക്കെ ഒരു ചാൻസ് കിട്ടി. അതൊക്കെ നമ്മുടെ ഈ റെസ്പോൺസിബിൾ ടൂറിസത്തിലേക്ക് എത്തുന്ന വഴികളിലൊന്നായിരുന്നു.
ത്രൂ ഔട്ട് അങ്ങനെ ബിസി ആയിട്ട് നിൽക്കുന്ന, അങ്ങനെ കർമ്മ വ്യാപൃതരായിട്ട് നിൽക്കുന്ന രണ്ടാൾക്കാർ, ഈ ടൈം മാനേജ്മെൻറ്റ് ആരാണ് ബെറ്റർ? ആണോ? ഒരഭിപ്രായമാണല്ലേ സാർ? എനിക്ക് ടൈം മാനേജ് എന്ന് പറയുന്നാൽ ഞാൻ കുറേ കൂടി സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യും. എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ തീർത്തിട്ട് പോകണം. ശാരദ ആഴത്തിൽ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ സമയം ഒരു ക്രൈറ്റീരിയൻ അല്ല അവിടെ. അതാണ് വ്യത്യാസം ഞങ്ങൾ തമ്മിൽ. സ്വാഭാവികമായിട്ടും വലിയ നീണ്ട മീറ്റിങ്ങുകൾ എടുക്കുന്നത് ശാരദയാണ്, കുഞ്ഞു കുഞ്ഞു മീറ്റിങ്ങുകൾ എടുക്കുന്ന ആൾ ഞാനാണ്. ഒഫീഷ്യലായിട്ടുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും കുറേ കാര്യങ്ങൾ ഇപ്പോൾ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ടേസ്റ്റ്, ഞാൻ കാത്തിരിക്കുന്നുണ്ട് ഒരു പിയാനോ കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മുകളിലാണ് എന്ന് എനിക്കറിയാം പിയാനോ ഉള്ളത്. എന്നാൽ മുകളിലേക്ക് പോകാമല്ലോ അല്ലേ? ഇതൊരു സ്ട്രെസ് റിലീവറാണോ? എപ്പോഴും കുറച്ച് സമയം പിയാനോയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇത് കുട്ടിക്കാലം തൊട്ടേ ഉള്ളതാണോ പിയാനോ കൂടെ? കുട്ടിക്കാലത്ത് പിയാനോ യാദൃശ്ചികമായിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. അത് ഞാൻ പഠിച്ചതൊരു കോൺവെൻറ്റിലാണ്. അപ്പം കോൺവെൻറ്റിലെ എൻ്റെ 5ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ പിയാനോ ടീച്ചറും ആയിരുന്നു. പിയാനോ സിസ്റ്റർ റഫേൽ. അച്ഛൻ ഞങ്ങളെ വിളിക്കാൻ വരുമായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളെ വിളിക്കാൻ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു സമയം വെറുതെ ഇങ്ങനെ കളയുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ കൊണ്ടുപോയി പിയാനോ ക്ലാസ്സിൽ പിടിച്ചിരുത്തിയതാണ്. അങ്ങനെയാണ് ഞാൻ പിയാനോ വായിച്ചു തുടങ്ങിയത്. അപ്പം ഈ പിയാനോ എന്ന് പറയുന്ന സാധനം അന്ന് ഈ സ്കൂളിൽ മാത്രമേ ഉള്ളൂ, വീട്ടിലൊന്നും ഇല്ല. അപ്പം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം ആകെക്കൂടി ഞാൻ അധികം ആഗ്രഹങ്ങൾ പറയാത്ത കുട്ടിയായിരുന്നു അന്ന്. അപ്പം ഒരേ ആഗ്രഹം പറഞ്ഞു, എനിക്കൊരു പിയാനോ വാങ്ങിച്ചു തരണമെന്ന്. പിന്നെ പിയാനോ ഒന്ന് വാങ്ങാൻ നോക്കുമ്പോഴാണ് അതിൻ്റെ വില എന്താണെന്ന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഇപ്പോൾ സ്കൂളൊക്കെ വിട്ടുപോയപ്പോൾ പിയാനോവും അതിൻ്റെ കൂടെ പോയി. കാരണം പിന്നെ അത് അഭ്യസിക്കാനായിട്ടുള്ള സ്ഥലവും സാഹചര്യവും ഒന്നുമില്ല. പിന്നെ ഈ ഇലക്ട്രോണിക് റെവല്യൂഷൻ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അത് തിരിച്ചു പിടിക്കാനായിട്ട്. അപ്പോൾ അമേസിങ് ആയിട്ട് അത് തോന്നിയത്, കൈക്ക് നമ്മുടെ മെമ്മറി മുഴുവൻ പോയിരുന്നെങ്കിലും കൈക്ക് മസിൽ മെമ്മറി ഉണ്ട്. പാട്ട് അന്നത്തെ പീസ് എല്ലാം തന്നെ ഓർമ്മയില്ല, പക്ഷെ ചിലതൊക്കെ അതേപടി തന്നെ ഓർക്കുന്നു. പിന്നെ ക്ലാസ്സിലൊന്നും പോയില്ല, റിഫ്രഷ് ഒന്നും ചെയ്തില്ല. അന്നത്തെ ആ പാഠങ്ങളാണ് ഇപ്പോഴും. അന്നത്തെ പാഠങ്ങൾ വെച്ചുകൊണ്ട് പിന്നെ എനിക്ക് ഇപ്പം നോട്ട് വായിക്കാൻ അറിയാം. അതുകൊണ്ട് ഇപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്, ഇപ്പോൾ വെസ്റ്റേൺ ക്ലാസിക്കൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എൻ്റെ അനിയത്തി അമേരിക്കയിൽ നിന്നൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു, പിയാനോ ക്ലാസിക്സ് മെയ്ഡ് ഈസി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനത്തെ ആ പുസ്തകങ്ങളൊക്കെ വെച്ചുകൊണ്ട് പിന്നെ കുറച്ചായിട്ട് ചില പാട്ടുകളൊക്കെ ഇങ്ങനെ പഠിച്ച് ഒരു പാട്ട് പഠിക്കാനായിട്ട് കുറേ അധികം നാളെടുക്കും കേട്ടോ. പിന്നെ ആരുടെ ഫ്രണ്ടിൽ വെച്ച് വായിക്കാനായിട്ടുള്ള ധൈര്യവും ഇല്ല. അപ്പം എനിക്ക് ഇപ്പോൾ ഏത് സ്റ്റേജിൽ 10,000 പേരുടെ ഫ്രണ്ടിൽ സംസാരിക്കാൻ പറ്റും, പക്ഷെ ഒരാളുടെ ഫ്രണ്ടിൽ പിയാനോ വായിക്കാൻ എനിക്ക് കിട്ടില്ല. അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്. വേണു സാറ് പിയാനോയായിട്ട് ബന്ധമില്ലെങ്കിലും കവിത, നാടകം, പാട്ട് ഇതൊക്കെ കണക്ഷനുള്ള ആളാണല്ലോ. ഞാൻ ഇതിൻ്റെ കൂടെ ചോദിക്കുന്നില്ല, പക്ഷെ ഒരു പാട്ട് ഞങ്ങൾക്ക് ഒരു 2 വരി, 2 പേരും കൂടി ആയാലും മതി. ഒരു 2 വരി, ഒരു കവിതയെങ്കിലും. കവിത നടക്കില്ല, കവിത വിട്ടു. ഒരു 2 വരി, ഒരു രക്ഷയില്ല. ഈ ഒരാൾക്ക് പിയാനോ പോലെയാണ് അപ്പുറത്ത് ഫുട്ബോൾ എന്ന് കേട്ടിട്ടുണ്ട്. ആഴ്സണലിന് ഭയങ്കര കടുത്ത ആരാധകനാണ്. അത് ജോലി ഭയങ്കര തിരക്കുണ്ടെങ്കിലും ആഴ്സണലിൻ്റെ കളി ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കും എന്നങ്ങനെ. എൻ്റെ സ്ട്രെസ് ബസ്റ്റർ ഫുട്ബോളാണ്. ഞാൻ ഫുട്ബോൾ കാണാത്ത വീക്കെൻഡ് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഒരു ടീമിനെ സപ്പോർട്ടും കൂടെ ചെയ്താൽ. ഈ ആഴ്സണലിനെ ഇപ്പം 20 വർഷമായി ഞാൻ ആഴ്സണൽ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതൊരു ഭ്രാന്താണത്. ഫുട്ബോൾ പറഞ്ഞു, മ്യൂസിക് പറഞ്ഞു, ഇനി എഴുത്ത്, ലിറ്ററേച്ചർ പഠിച്ച ഒരാളാണ്. അത് ആ വായന ഇടയിൽ വിട്ടുപോയോ? പൂർണ്ണമായിട്ട് വിട്ടുപോയി. ഇടയിലല്ല, ഇപ്പോൾ ഒരു 10-20 വർഷം കൊണ്ട് നടന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷേ പിടിച്ച് നിർത്താനായിട്ട് പറ്റിയില്ല. അതും ഒരുപക്ഷെ കുടുംബശ്രീ തന്നെയാണ് കാരണം അല്ലേ? നമ്മുടെ ആ സമയത്തിൻ്റെ അന്ന് ഒരു 12 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയാ സമയം? ഈ മലയാളത്തിൽ ഒപ്പിടുന്ന IAS-കാരൻ, കോഴിക്കോടുകാരൻ. അപ്പം വേണുസാറിനെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ വായന ഉപേക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല. അല്ലല്ല, എനിക്ക് വേണ്ടത്ര വായിക്കുന്നില്ലെന്നേ ഉള്ളൂ.
പക്ഷെ അതിനോട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ സിനിമയെക്കുറിച്ച് ചോദിച്ചില്ല, 2 ടേസ്റ്റ് ആണോ സിനിമയ്ക്ക്? സിനിമയെക്കുറിച്ച് ആഴത്തിൽ അറിയുന്നത് ശാരദയ്ക്കാണ്. ആണോ? എൻ്റെത് വളരെ അല്ലല്ല കണ്ടംപററി മലയാളത്തിൽ ഇങ്ങനെ ഞാൻ കറങ്ങും. ശാരദ അങ്ങനല്ല. ശാരദ സമയം കിട്ടുമ്പോൾ വെറുതെ ഒന്ന് സർഫ് ചെയ്താൽ, പ്രത്യേകിച്ചും ഹോളിവുഡിലൊക്കെയുള്ള നല്ല പടങ്ങൾ സെലക്ട് ചെയ്ത് കാണാനുള്ള ഒരു കഴിവുണ്ട്. ആരും പറഞ്ഞ്, ഞാനൊക്കെ ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ആളാണ്, പ്രത്യേകിച്ചും മലയാളത്തിൽ. ഞാൻ അന്വേഷിച്ച് കണ്ടെത്തുന്ന ആളാണ്. ശാരദ ഒറ്റയ്ക്ക് അന്വേഷിച്ച് പിടിക്കും. നമ്മളിപ്പം ഓണത്തിന് പറയുമ്പോൾ ഞാൻ അതും കൂടെ ജസ്റ്റ് പറഞ്ഞിട്ട്, കുക്കിങ്ങിന് എന്തായാലും സമയം കിട്ടുന്നില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. വല്ലപ്പോഴും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ളതോ അല്ലെങ്കിൽ കഴിക്കാൻ ഇഷ്ടമുള്ളതോ, ഓണം സ്പെഷ്യൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതും 2 പേർക്ക് 2 ടേസ്റ്റ് ആണോ? കുട്ടിക്കാലത്ത് ഒരു തെറ്റായൊരു ധാരണയുണ്ടായിരുന്നു. ഈ സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീനെ അടുക്കളയിൽ തളച്ചിടുന്നതാണ്. അതുകൊണ്ട് ഞാൻ തളയ്ക്കപ്പെടില്ല, അതുകൊണ്ട് ഞാൻ പഠിക്കൂല എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം വേണുവിൻ്റെ അടുത്ത് അപ്പം തന്നെ ഇത് പറഞ്ഞിരുന്നു, അടുക്കളയിൽ കയറി പ്രവർത്തിക്കുന്ന ഒരു ഭാര്യയെ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, അത് നോക്കണ്ട, അത് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെ കല്യാണം കഴിച്ചത്. പിന്നീട് അതൊക്കെ മനസ്സിലായി, അതും ഒരു സർവൈവൽ സ്കില്ലാണ്, അല്ലാതെ വെറുതെ ഇപ്പം ശരിയാണ്. അത് ഇപ്പം സ്ത്രീയുടെ ഒരു തളയ്ക്കപ്പെടുന്ന ഒരു ഇടം കൂടിയാണെങ്കിലും ഒരു സർവൈവൽ സ്കിൽ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നുള്ളത് ഇത് ചെയ്തു. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ലോകം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പലതരത്തിലുള്ള റെസിപ്പികളും ഉണ്ടാക്കാനും പഠിക്കാനും ഒക്കെ പറ്റും. ഞാൻ ഇൻ്റർവ്യൂ സെഷന് വരുമ്പോൾ, അപ്പോൾ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്, വേണു സാറിനെ അറിയുന്നതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് വളരെ ഒരേറ്ററായിട്ടുള്ള വാഗ്മിയായിട്ടുള്ള ഒരാൾ കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷേ ഇൻ്റർവ്യൂ കഴിയാറായപ്പോഴേക്കും എൻ്റെ ആ ഒരു പ്രജുഡിസ് മാറി. ഏറ്റവും കൂടുതൽ അപ്പം നിങ്ങൾ രണ്ടുപേരും ആക്ച്വലി ഏറ്റവും കൂടുതൽ അങ്ങനെ സംസാരിക്കുന്ന ആൾ ശാരദ മാം തന്നെയാണ്. കൂടുതൽ ടോക്കറ്റീവ് ചില കാര്യങ്ങളിൽ ഞങ്ങളെ ഇന്നിപ്പോൾ പറഞ്ഞ ഇതുപോലുള്ള കുടുംബത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഞങ്ങളുടെ വീട്ടിൽ. ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ നിർത്തൂല. പക്ഷെ തുടങ്ങി കിട്ടാനായിട്ടുള്ള സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്ക് നന്നായിട്ടുണ്ട്. വഴക്കിട്ട് കഴിഞ്ഞാൽ ആരാണ് പെട്ടെന്ന് അപ്പോളജിയിലേക്ക് വരും, അല്ലെങ്കിൽ പെട്ടെന്ന് സോൾവ് ആക്കാരാണ്? ഞാൻ ഇടയിൽ 2 പേരിൽ പെട്ടെന്ന് കോംപ്രമൈസ് ആക്കാരാണ്? ചെറിയ വഴക്കാണെങ്കിൽ ഞാനായിരിക്കും ഇതിപ്പോൾ അതൊക്കെ ഒന്നൊന്നൊന്ന് ശരിയാക്കാൻ വേണ്ടി ഇത് പോവുക. വലിയ വഴക്കാണെങ്കിൽ വേണുവാണ്. കാരണം അപ്പോൾ ഇപ്പം എനിക്ക് നൊന്തു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ കുറച്ച് ഇങ്ങനെ ഇപ്പം ദേഷ്യത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇങ്ങനെ വിട്ടു നിൽക്കും കുറച്ച് നേരം. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സൈലന്റ് ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ ഞാൻ മിണ്ടൂല, കാണൂല, നോക്കൂല. അത് കുറച്ച് കേൾക്കുമ്പോഴത്തേക്കും പാവം അടുത്ത് വരും. അങ്ങനെ സോർട്ട് ഔട്ട് ആക്കും. നിങ്ങൾ എങ്ങനെ ഇത്രയും തിരക്കിൽ ഇത്രയും വർഷം എങ്ങനെ ഈ പരസ്പരം ആ ടൈം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? അത് എന്തും എല്ലാവരും അതെങ്ങനെ എവറിഡേ എങ്ങനെ കിട്ടേണ്ട സമയത്തിന്റെ പകുതി പോലും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായാലും അതിലൊരു നഷ്ടമുണ്ട്. ഞങ്ങളുടെ ഈ ജോലി കാരണം ഞങ്ങൾ അന്യോന്യം നൽകേണ്ട സമയം ആണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാലും ഉള്ളത് ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് വേറൊരു സോഷ്യൽ ലൈഫൊന്നുമില്ല. ഈ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം പിന്നീട് കുറച്ച് പേരേ ഉള്ളൂ. നമ്മുടെ സർക്കിളും ചെറിയ സർക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അന്യോന്യം കഥയൊക്കെ പറഞ്ഞിരിക്കാനേ സമയമുള്ളൂ. വേറെ ആരുമില്ല, മൂന്നാമതൊരാൾ വരേണ്ട കാര്യമില്ല അവിടെ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കിട്ടിയാൽ അത് നന്നായിട്ട് യൂസ് ചെയ്യാം. ഇനി മോളുടെ കല്യാണത്തിലേക്ക് കൂടെ കിടക്കുന്നു. മക്കളും അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരു സോഷ്യൽ ലൈഫോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ചും കൂടെ അങ്ങനെ ഒരു പ്രത്യേകതയൊക്കെയുള്ള കുട്ടികളാണോ? മക്കളിൽ കൂടുതലൊരു സോഷ്യൽ ലൈഫ് ഇപ്പോൾ ശരിക്കും പ്രദർശിപ്പിക്കുന്നത് മകനാണ്. അവൻ്റെ അച്ഛൻ്റെ ആ കുറേ സ്വഭാവം കിട്ടിയിട്ടുണ്ട്. കൂട്ടുകാരൻ ഇത് ചെയ്യാനും പിന്നെ ഭയങ്കര കളിതമാശ. ഈ കളിതമാശയുടെ ഒരു സ്വന്തം ആളായതുകൊണ്ട് തന്നെ പലരെയും കൂടെ നിർത്താനായിട്ടുള്ള ഒരു ഇതുണ്ട്, സ്വഭാവമുണ്ട് അവന്. നമ്മളെക്കുറിച്ചും കൂടുതൽ അന്വേഷിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്ന അത് മോളാണെങ്കിൽ കുറേ കൂടി ഇൻറ്റൻസ് ആണ്. അവളുടെ ബന്ധങ്ങളും അടുപ്പങ്ങളും ഒക്കെ ഇൻറ്റൻസ് ആണ്. അതിൽ കുറച്ച് എൻ്റെ സ്വഭാവം ആണ് അവളുടെ ഇത്. ഇത് കുട്ടികൾ ചെറുതായിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ തോന്നിയിരുന്നത് നേരെ തിരിച്ച. ഇപ്പം കല്യാണിക്ക് വേണുവിനെ പോലെ തന്നെ ഇപ്പോൾ നെറ്റ്വർക്ക് ചെയ്യാനും സംസാരിക്കാനും നല്ല ലീഡർഷിപ്പ് ഇതൊക്കെ കാണിക്കുന്നു. ഭയങ്കര ലീഡർഷിപ്പ് സ്വഭാവമൊക്കെ കാണിക്കുന്നൊരു
കുട്ടിയായിട്ടാണ് നിന്നത്. പക്ഷെ വളർന്നു വന്നപ്പോൾ അവൾ കുറെ കൂടി ഉൾവലിയും ഇപ്പം ബന്ധങ്ങളൊക്കെ ഏത് ബന്ധം കൊണ്ട് ഉപരിപ്ലവമായിട്ടുള്ള ബന്ധങ്ങളും ഒന്നും അവൾക്ക് പറ്റില്ല. അപ്പോൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആഴത്തിലാണ് ഉണ്ടാവുക. അതാണ് പിള്ളേരുടെ സ്വഭാവം. അപ്പോൾ ഇനിയിപ്പം ഈ ഓണക്കാലം നേരത്തെ ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ ഓണക്കാലത്തിനുപരി അത് ഭയങ്കര നിറപ്പകിട്ടാകുന്നത് ഒരു വലിയ കല്യാണ തിരക്കിലേക്കും കൂടി പോകുന്ന ഒരു സമയത്താണ്. അതിൻ്റെ ഒരു ആകാംക്ഷയിലും ഒക്കെ കൂടിയാണ് നമ്മളിത് പറഞ്ഞ് അവസാനിപ്പിക്കുക അല്ലേ? ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ മോള് തന്നെ കണ്ടുപിടിച്ച ഒരാൾ, അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അതും ഒരു ട്രെയിൻ യാത്രയിൽ തന്നെ കണ്ടു. രണ്ട്, അവരുടേതായ ഇഷ്ടത്തിനാണ് കല്യാണം കഴിക്കുന്നത്. ഇപ്പോൾ ഒരു രജിസ്റ്റർ വിവാഹമാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. നമ്മളതിലൊരു അവർ തന്നെ സ്വയം ഒരു മാതൃക വെക്കുകയാണ്. അത് തന്നെ വിവാഹ തിരക്കുകളിലേക്ക് കടക്കുന്നു രണ്ടുപേരും, കല്യാണിയുടെ അച്ഛനും അമ്മയും, ഒപ്പം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി, കെയർ ഓഫ് ചീഫ് സെക്രട്ടറി. അപ്പം എല്ലാവർക്കും രണ്ടുപേർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ ന്യൂസ് 18. താങ്ക് യു.